ഇന്നന്നെ ഒരു കസേര കളി എല്ലാം പൊക്കത്ത് കയറി നിൽക്കുന്നത്. അത് കൊള്ളാം. പുളി തീർന്നു. ഇത്രയും കൂടെ ഉള്ളു. ഇനി എന്നത്തിനാ? ഞങ്ങൾ ശകലം പുളി വെച്ച് ചമ്മന്തി അരയ്ക്കാൻ പോവാ. അയ്യടാ, അപ്പൊ ഇന്ന് വൈകുന്നേരം വാളംപുളി തീർന്നല്ലേ? വാളംപുളി തീർന്നു. ഇനി വാങ്ങിക്കണം. കഴിഞ്ഞ ദിവസം പോയപ്പോ കാഴ്ച കിടക്കുന്ന കണ്ടില്ലേ? ഇനി നമുക്ക് അത് പഴുത്തിട്ട് വേണം പുളി വാങ്ങിക്കാൻ. നമ്മുടെ ഉപ്പുമാങ്ങ. ഇനി എന്നാ പരിപാടി? ചമ്മന്തി അരയ്ക്കാൻ പോവാ. ആണോ? പെട്ടെന്ന് ചമ്മന്തി അരച്ചോ, കഞ്ഞി കുടിക്കണ്ടേ? എന്നാ പറ്റി? കൈ വെട്ടി കണ്ടിച്ചോ? കൈ രാവിലെ എഴുന്നേറ്റ് കപ്പ കണ്ടിച്ചതാ. കപ്പ കണ്ടിച്ചിട്ട് കൈ മുറിച്ചു വിട്ട്. ഇല്ല, കത്തിയുടെ മൂർച്ച പരിശോധിച്ചാ. ഞാൻ ഇത്രയല്ല പ്രതീക്ഷിച്ചത്. അയ്യോ, അത് ഇങ്ങനെ ചെത്തി അങ്ങ് പോയി. അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ വിരല് പോയാൽ. അതാ കത്തിക്ക് നല്ല മൂർച്ചയായിരുന്നേ. ഞാൻ ചെണ്ടക്കപ്പ വേവിക്കാന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ഒന്ന് വെട്ടിയതാ. പക്ഷെ അത് വെട്ടിച്ചിട്ട് കനത്തു. ആയാലും കുഴപ്പമില്ല. അടുത്ത കല്യാണ സദ്യ ഉടനെ വരുന്നുണ്ട്. 5-8 ദിവസം ഉണ്ട്. അതിന് മുന്നേ റെഡി ആയാൽ മതി. അതിന് മുമ്പ് കരിക്കണം. അതിനായി കെട്ടി വെച്ചിരിക്കുന്നത്. അതെ, പിന്നെ ഇത്രയും മുറി വന്ന അത് ബ്ലഡ് നിൽക്കാതെ വന്നു. ഞാൻ എന്നെ കാണിച്ച് തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇതിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് പോയി. കഴുകിയിട്ടൊന്നും ബ്ലഡ് നിൽക്കുന്നില്ല. പിന്നെ ഞാൻ ചെന്നാ ഇതില്ലേ കൊങ്ങിണി വിറച്ചോണ്ട് വന്നുകൊണ്ട് അങ്ങോട്ട് തിരുമിയിട്ട് അതിന്റെ നീരങ്ങോട്ട് ഇച്ചിരി നേരം ഒഴിച്ചപ്പം അവിടെ നിന്നു. അച്ചമ്മച്ചിക്ക് ഇങ്ങനെ എന്നേലുമൊക്കെ പറ്റും. ഇങ്ങനെ കയ്യൊക്കെ മുറിയും. അതുകൊണ്ട് അച്ചമ്മച്ചി സഹായിട്ട് ഞാൻ വേണം നാളെ വീട്ടിൽ ഇരിക്കാം. എന്നെ ഉപദ്രവിക്കത്തേ ഉള്ളൂ. എന്നാന്നോ, ഇവനെല്ലാം നിരത്തി പറിച്ചിടും. നിങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ അച്ചമ്മച്ചി ഇങ്ങനെ കയ്യൊക്കെ മുറിഞ്ഞ സഹായിയായിട്ടായിരിക്കും വേണ്ടി. അത് വേണം. പിന്നെ സഹായിയായിട്ട് ആള് വേണം. എനിക്ക് സഹായി പേര് മാറ്റിയേക്കാം. അല്ല, സഹായിയായിട്ട് ഞാൻ അച്ഛൻ ഇവിടെ നിർത്തിക്കോളാം. അല്ല, പണ്ട് ഞങ്ങൾ വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലോറിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, കോട്ടയംകാരൻ. പുള്ളിയുടെ ഒറിജിനൽ പേര് എന്നാന്ന് ഞാൻ മറന്നുപോയി. പുള്ളിയെ സഹായി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളി എല്ലാവർക്കും ഒരു സഹായിയായിരുന്നു. വഴിയിലുള്ള എല്ലാവരും സഹായിച്ചാണ് പോകുന്നത്. പുള്ളിയുടെ പേര് തന്നെ സഹായി എന്നായിരുന്നു. ഒറിജിനൽ പേര് നമുക്ക് അറിയത്തില്ല എന്നാന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല. ഇത് ആ കപ്പ മുഴുവൻ നാളെ നമുക്ക് വേവിക്കാനുള്ളതും രാവിലത്തേക്കുള്ളതും ബാക്കി കുറെ കപ്പ ചിപ്സിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ ആ കപ്പ അതിപ്പോ അച്ചമ്മച്ചിയുടെ കൈ വയ്യാത്തതുകൊണ്ട് അമ്മയെ കൊണ്ട് മൊത്തം അത് അരിയിപ്പിച്ച് നാളെ വറുത്തെടുക്കും. അല്ല, ഞാനവർക്ക് ഇത്രയും കപ്പ കൊണ്ട് കുഞ്ഞിനെ വെടി വെച്ചപ്പോ കുഞ്ഞി ഇത് മൊത്തം തിന്നാനാണ്. ആണോ? ഇതെന്നാ പരിപാടിയായിരുന്നു? ഏതാ ഇത്? മഞ്ഞക്കപ്പയാണ്. മഞ്ഞക്കപ്പയോ? അതെ, ഇത് പൊളിക്കുമ്പോ മഞ്ഞ നിറവാ. നല്ല കപ്പയാ. കപ്പ നല്ലതായിരിക്കും. മഞ്ഞ നിറവാ. ഉറുമ്പ് കടിച്ചു. കാത്തു പോയി എടുത്ത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാളംപുളി വെച്ച് നമ്മുടെ അരകല്ലിനപ്പുറത്ത് കിടക്കുമല്ലേ, അരകല്ല് എടുത്തോണ്ട് വരണം. നമുക്ക് നാളെ എങ്ങാനും പോയേ ചമ്മന്തി അരകല്ലേ വെച്ച് അരച്ചാലേ അതിന്റെ നല്ല ടേസ്റ്റ് വരുവുള്ളൂ. ആ ചമ്മന്തി മാത്രം എന്നാണേലും കല്ലേ വെച്ച് അരച്ച് കഴിയുമ്പോ നല്ല ടേസ്റ്റ്, വേറൊരു ടേസ്റ്റാ ചമ്മന്തിക്ക്. എന്നും പറയും പോയി കല്ലെടുത്തോണ്ട് വരാന്ന്, പക്ഷെ എടുക്കത്തില്ല. നാളെ പോയി എടുത്തോണ്ട് വരണം. പോയി എടുത്തേക്കാം. കുഞ്ഞി ഇച്ചിരി ഇഞ്ചി എടുത്തേ കുഞ്ഞി. ഇനി അത് എടുക്കാനായിട്ട് നമുക്ക് ഇനി വല്ല ബംഗാളിയെ വിളിക്കണമല്ലോ. നമ്മുടെ ജിമ്മനല്ലേ ഉള്ളത്, അവനൊരു എക്സസൈസ് എക്സസൈസ് ആയിക്കോട്ടെന്നല്ലേ? അത് ശരിയാ. അതൊക്കെ അവനിപ്പം നിഷ്പ്രയാസം എടുത്തോണ്ട് വരും. പഴയ പോപ്പിയല്ല. അപ്പൊ അവനെ നമ്മള് ബംഗാളി ആക്കുന്ന. ഇഞ്ചിയെ കുറച്ച് ശകലം ഇഞ്ചിയും കൂടി ഇടുക അതിനകത്ത്. ഇവിടെ എങ്ങാണ്ട് ഇച്ചിരി എടുത്തുണ്ടായിരുന്നു, നോക്കട്ടെ. പെട്ടെന്ന് റെഡി ആയിക്കോ. കൈ അച്ചമ്മച്ചി കൈ കളഞ്ഞു വെച്ചിരിക്കുക. ഇനി നിന്റെ കൈ കൂടെ കളയണോടാ. ഇവരോട് ചോദിച്ചാ എനിക്ക് ഇങ്ങനെ വലിയ വട്ടത്തിൽ ഇങ്ങനെ വരണം. വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ തേങ്ങ പൂളുന്ന നല്ലപോലെ നോക്കി പൂളിയില്ലെങ്കിൽ കൈ കളയും കേട്ടോ. അനുഭവം ഗുരു. കഴിഞ്ഞ ദിവസം കൈ പോയത് അറിയാന്നറിയാലോ. അവിടെയൊക്കെ ഞാൻ പൂളിത്തരാം. കുഞ്ഞേ, ഈ വത്തലമുളക് നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുവല്ലേ? ഇങ്ങനെ വറുത്തെടുക്കാതെ നമ്മുടെ വിറകടുപ്പുണ്ടെങ്കിലുണ്ടല്ലോ ചുട്ടെടുക്കണം. ചുട്ടെടുത്തിട്ട് അരയ്ക്കുന്ന ചമ്മന്തിക്ക് വേറെ ടേസ്റ്റാ. നേരത്തെയൊക്കെ വത്തലമുളക് നമ്മൾ വത്തലമുളക് അത് മാത്രം അരയ്ക്കുമല്ലേ, ഉള്ളിയും ഉപ്പും വെച്ച്.
അങ്ങനെ അരയ്ക്കുന്നതിനും ചുട്ടെടുത്തിട്ട് അരയ്ക്കുന്നതിനും വേറെ നല്ലൊരു ടേസ്റ്റാണ്. നീ ആ പാട്ട് കേട്ടിട്ടില്ലേ? ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മോന്തി. വരുന്നുണ്ട്, അടുത്ത ആൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞോടെ അങ്ങനെ പോപ്പി എത്തിയിട്ടുണ്ട്. പോപ്പി ഹോംവർക്ക് എല്ലാം കഴിഞ്ഞോടാ? കഴിഞ്ഞോ? ആ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെങ്ങനെ വല്ല പ്രതീക്ഷയുണ്ടോ? ചമ്മന്തി എങ്ങനെ ചുമന്ന് വരുന്നേ? ആ, അതിനല്ലേ മുളക് ഇടുന്നേ. മുളക് മാത്രം ഇട്ടാ ചുമക്കൂ? പിന്നെ ഈ പുളിയും കുറച്ച് ഉപ്പും. ഇത് ഇഞ്ചിയും മുളകും പുളിയും ഉപ്പും ഇട്ടേ. ഇഞ്ചി, മുളക്, പുളി, ഉപ്പ് ഇട്ടു. ഇനി ഈ ചമ്മന്തിക്ക് ചുവന്ന കളർ വരാൻ ഞാനൊരു പണിയും കൂടി ചെയ്യണമെന്നറിയോ? മുളക് പൊടി. ഈ മുളക് മാത്രം വെച്ചരച്ച് കഴിയുമ്പോൾ ഒരു ഡാർക്ക് കളർ ഇരിക്കും. അപ്പൊ ഞാൻ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഈ എണ്ണയുടെ ഇച്ചിരി ചൂടും കൂടി ആറി കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ചാലിച്ചതിനകത്തിടും. ലാസ്റ്റ് അല്ല, ചുരുക്കി പറഞ്ഞ ഇന്ന് കഞ്ഞിയും ചമ്മന്തിയേ ഉള്ളൂ. എന്തോ ഇപ്പൊ തന്നെ ചാലിച്ചു ആ ഇപ്പൊ തന്നെ ഒഴിക്കും. ഈ എണ്ണയുടെ ശക്കലം ചൂട് പറഞ്ഞില്ലെങ്കിൽ അത് കരിഞ്ഞു പോവല്ലേ. ഇച്ചിരി പറഞ്ഞിട്ട് മുളക് പൊടിയൊക്കെ എടുത്ത് ചാലിക്കാനുള്ള പരിപാടിയാണോ? ഇന്നലെ അവധിയല്ലായിരുന്നോ? പോപ്പിയുടെയും കുഞ്ഞിന്റെയും കലാവിരുതാണത്. കപ്പിന്റെ വക്ക് ആ പിടിയുണ്ടല്ലോ, ആ പിടി പൊട്ടിയായിരുന്നു. അത് മനസ്സിലായി. എങ്ങനെയോ കപ്പൊരെണ്ണം പൊട്ടിച്ചു. അതിലോട്ടൊരു കപ്പ് പൊട്ടിയില്ല, 3 കപ്പോ? ആ അതിന്റെ ഈ പിടിക്കുന്ന കൈ പിടിക്കുന്ന സംഭവല്ലേ, അത് ഒരെണ്ണം ഞാൻ പൊട്ടിച്ചു, 2 എണ്ണം പോപ്പി പൊട്ടിച്ചു. എന്താ ആത്മാർത്ഥത. അതെ അതെ, ഏതായാലും പൊട്ടിച്ചെന്ന് സമ്മതിച്ചല്ലോ. അതെ, ഇത് മുളക് പൊടി ഞാൻ ഇടാം. എന്തേരം വേണം? 2 സ്പൂൺ ഇട്ടോ. വെറുതെ അല്ല മുളക്, മറ്റേ ഞാൻ ചോദിക്കത്തില്ലേ ഒത്തിരി നിറയണ്ടേ, ഇത് മാത്രം ഇട്ടാ ഇത്രയും കളർ മനസ്സിലായോ? അച്ചമ്മച്ചി ഇന്ന് നീ പോയ നേരത്തിന് കൈയെല്ലാം വെട്ടി കണ്ടിട്ട് ടേസ്റ്റ് നോക്കിയതാ. അതെ 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 ഐഡിയ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അടപ്പ കുറവുണ്ടല്ലേ? അരച്ചെടുക്കാം. പോപ്പി നാളെ പോയി അരകല്ല് എടുത്തോണ്ട് വരണം കേട്ടോ. നിനക്ക് നാളത്തെ എക്സസൈസാ, അരകല്ല് എടുത്തോണ്ട് തരണം. നമ്മുടെ മുളകും പുളിയും ഇഞ്ചിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് കറക്കി എടുത്തേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉള്ളിയും തേങ്ങയും മുളക് പൊടിയും കൂടി ഇടാം. മുളക് പൊടിയല്ല ചാലിച്ചത്. മുളക് പൊടി കഞ്ഞിയും കൂടെ അങ്ങ് വിളമ്പിക്കും. കുഞ്ഞ് ആരാ ഓംപ്ലേറ്റ് അടിക്കുന്ന? എന്തോ എനിക്ക് വേണ്ട, എനിക്ക് ചമ്മന്തി കഞ്ഞിയും മാത്രം മതിയല്ലേ. നാരങ്ങാച്ചാറും ഉണ്ട്, നാരങ്ങാച്ചാറും ചമ്മന്തി നല്ല കോമ്പിനേഷൻ. മതിയല്ലേ? അതെന്നാന്നറിയാവോ? മുട്ട തിന്നത്തില്ല, കൊളസ്ട്രോൾ അല്ലേ. അച്ചമ്മച്ചിക്ക് കൊളസ്ട്രോൾ ആയതുകൊണ്ട് നിനക്ക് കൊളസ്ട്രോൾ പിടിക്കാതിരിക്കാൻ. അത് സാരമില്ല, അച്ചമ്മച്ചിക്ക് ഇത്രയും പ്രായമൊക്കെ ആയോണ്ട് കൊളസ്ട്രോൾ പിടിച്ചേ. ഞാൻ ഈ പ്രാവശ്യം തിന്നാലേ ഞാൻ അച്ചമ്മച്ചിക്ക് പണി കഴിയുമ്പോ മാത്രം പ്രായമില്ല. ചുമ്മാ പറഞ്ഞ 16-കാരിയാ. അതെല്ലേ? 16-കാരിയാ. ഞാൻ ചെയ്യുന്ന അത്ര പണി ചെയ്യല്ലേ നിങ്ങളാരും? സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോകാൻ ഞാൻ പണി ചെയ്യാം, പക്ഷെ നിങ്ങൾ ഇരുത്തത്തില്ലല്ലോ. അതാണ്. ചമ്മന്തി അവിടെ റെഡി ആകുന്നുള്ളൂ, അതിന് മുന്നേ തന്നെ അവിടെ അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിക്ക് ചമ്മന്തി കാണത്തില്ല. ഉപ്പ് നോക്കാൻ തരത്തില്ല. 4 പ്രാവശ്യം ഉപ്പ് നോക്കി, അത്ര മതി. 4 പ്രാവശ്യം നോക്കി. അതെല്ലേ? ഞാനിതിനെ ഒന്ന് ഉരുട്ടി എടുക്കട്ടെ. ചമ്മന്തി ഉണ്ടായിരുന്ന പിന്നെ വേറെ കഞ്ഞിക്ക് ഒരു സാധനം വേണ്ട, അതല്ലേ? കഞ്ഞിയും ചമ്മന്തി അരച്ച് വെച്ച ചമ്മന്തി അരച്ചതല്ല, അത് കല്ലേ വെച്ചരക്കണം. കല്ലേ വെച്ച് വത്തലമുളക് ചുട്ട് നല്ലപോലെ അരച്ച പപ്പായ്ക്ക് വേറെ ഒരു കറിയില്ല, അത് മാത്രം മതി. അത് പപ്പായ മറ്റേ ജോലിക്ക് പോകുമ്പോഴും എവിടെ ചോറ് കൊണ്ടുപോവാണെങ്കിൽ അന്ന് ചമ്മന്തി വേണം. അതാണ്, പണ്ടെല്ലാം ചമ്മന്തി അല്ലേ കൂടുതലും. വീട്ടിൽ ഇരുന്നാലും ചമ്മന്തി വേണം.
ഇതിപ്പോ ഇന്നൊരു ചമ്മന്തിക്കറിയായി പോകും. കുഞ്ഞിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. കല്ലേ വെച്ച് ഞാൻ തന്നെ നമ്മളിവിടെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടോ, വേറൊരു പാർട്ടി വന്നിട്ട് വേറൊരു വീഡിയോ, ഒരു ഫോണിനകത്ത് ഒരു വീഡിയോ എടുത്താ. കുഞ്ഞി ചമ്മന്തിപ്പാത്രം, അരച്ച് വെച്ച ചമ്മന്തിപ്പാത്രം ചമ്മന്തി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും ദേ ഇരുന്ന് മുഴുവൻ നക്കി തിന്നുന്നു. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചമ്മന്തി. ചമ്മന്തി അരച്ചാൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. എന്നിട്ട് വേണം അത് പിന്നെ പൊട്ടിച്ചെടുത്ത് അല്ലേ. ചോറിനകത്താണെങ്കിലും കൊടുത്തു വിടുമ്പോഴേ ഇങ്ങനെ ഉരുട്ടി തന്നെ വെക്കും. എന്നിട്ട് പരിപാടി ഒരു കത്തി അച്ചമ്മച്ചിയെ മൊബൈൽ പഠിപ്പിക്കുകയാണോ? ആ, കൊള്ളാം. എന്നിട്ട് വേണം ഇനി അതിന്റെ പേന എല്ലാം ഊരി അതിൽ അങ്ങോട്ട് എഴുതി വെക്കാൻ അല്ലേ. അതെ അതെ, അത് എടുക്കുന്ന പോലും ഇല്ലേ. അതെ, ഒരു നക്കം കഴിഞ്ഞ് വന്ന് നിൽക്കുന്നതാണോ? ഇനി ഈ പാത്രം കഴുകണ്ട. ആ, ഇതായിരുന്നോ ജാറ്? എന്റെ ദൈവമേ, ആ ജാറ് ഈ കൊലമാക്കിയല്ലേ. നമ്മുടെ ചമ്മന്തി റെഡി. ഇനി അടുത്തായിട്ട് നമുക്ക് ഓംലെറ്റ് അടിക്കാനുള്ള മുളകും സവോളയും കൂടെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഓംലെറ്റും കൂടെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞി, ചമ്മന്തി, ഓംലെറ്റ്, നാരങ്ങ അച്ചാർ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഉടനെ അവസാനിക്കുന്നതായിരിക്കും. മതി, എമ്പടി ധാരാളം. കപ്പ ഉറക്കാനുണ്ട്. എന്നാ പിന്നെ ഇന്ന് കുഞ്ഞിയെ കൊണ്ട് കപ്പ ഉറപ്പിച്ചേക്കാം അല്ലേ. മിക്കവാറും എൻ്റെ ഓംപ്ലേറ്റേ ഒരു സ്പെഷ്യലാ. എന്നറിയോ, പണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് തേങ്ങ ഇട്ട് നല്ലപോലെ ഉള്ളിയും മുളക് ഇടണം. കാന്താരിയാണ്. അപ്പൊ ഞങ്ങൾക്ക് സ്പെഷ്യൽ അങ്ങനെ തന്നെ മതി. നിങ്ങൾക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടമില്ലല്ലോ. ഇത് കൊള്ളാലോ. എന്നിട്ട് അതെ അല്ലേ. എന്നാ ഇന്നത്തെ ഒരു പരിപാടി, സ്പെഷ്യൽ പരിപാടി ഇങ്ങോട്ട് നോക്കി. ഇത് കണ്ടോ, ചൂട് ചോറും ഓംലേറ്റും കിട്ടിയപ്പോഴത്തേക്കിനും ഒരു മനുഷ്യനെ വിളിക്കാതിരുന്നു. ഒരുത്തരാണ്ട് അവിടെ ഇരിക്കുന്നുള്ളൂ. അവനെ കൂടെ വിളിക്കും. അവന് വേണ്ടെന്ന് ആണോ? അവനെ കപ്പ കഴിച്ചായിരുന്നു. ഡയറ്റ് ആണോ? അല്ല, കപ്പ തിന്നു. ആണോ? അവൻ ഇന്ന് പട്ടിണി കിടക്കട്ടെ, നമുക്ക് കഴിക്കാം. കപ്പയും കരിമീൻ ഫ്രൈയുടെ 2 ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ മുമ്പേ വന്നപ്പോ. അപ്പോഴേ എല്ലാവരുടെയും മുട്ടയൊക്കെ ആയല്ലോ, എൻ്റെയും കൂടെ ആയാൽ മതിയല്ലോ. മതി 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 മതി. എന്നാ കഴിച്ചിട്ട് വരാം. കഴിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് സാധനമായിരുന്നു. ചമ്മന്തിയൊക്കെ അടിപൊളി സംഭവമായിരുന്നു. ഈ മഴയ്ക്ക് ഒരു മടുപ്പും ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഒരു കഴിഞ്ഞ ഒരു 7 മാസമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ കനത്ത മഴ എന്ന് ഇങ്ങനെ ഒരു 7 മാസമായി തുടർച്ചയായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ കനത്ത മഴ. പക്ഷെ നമ്മുടെ കളക്ടറിന് അറിയാം, റെഡ് അലേർട്ട് വെക്കുന്ന ദിവസം പിള്ളേർക്ക് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടി വീട്ടിലിരുത്തുന്നതാണ്. അപ്പൊ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിട്ടോ? അത് ശരിയായി. ഇന്നലെ ഇന്നലെ അല്ല, മിനിഞ്ഞാന്നല്ലായിരുന്നു റെഡ് അലേർട്ട്? ഇന്നലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. നല്ല തെളിവായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. മഴ മാത്രം വന്നാൽ മതിയോ? വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടി അതെ, എല്ലാ ദിവസവും കളക്ടർ അവധി അങ്ങ് പ്രഖ്യാപിക്കുമായിരുന്നെങ്കിൽ വെയില് ഇതിപ്പോ ഇനി മിക്കവാറും ഇനി അടുത്ത 5 ദിവസത്തേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ചിലപ്പം വെയിൽ വരുമായിരിക്കും അല്ലേ. വെയിലായിരിക്കും. എന്തായാലും ഈ വർഷം മഴ നമ്മളെ ശരിക്കും ന്യൂനമർദ്ദം കേറുന്നു. അതെ, അറിഞ്ഞില്ലല്ലോ ഒരാൾക്കൊരു അബദ്ധം പറ്റിയെന്ന്. പറ്റിയാണെന്ന് പറയണ്ടല്ലോ. അറിയത്തില്ലെങ്കിൽ ഞാൻ പറയല്ലോ, തൊട്ട് കാണില്ല. ഏതാഴ്ച പോപ്പി? ആഹാ, ചേട്ടനും അനിയനും കണക്കാ. അല്ല, കറക്റ്റായി ഞായറാഴ്ച. അപ്പൊ അതാ പ്രശ്നം. അപ്പൊ അതായിരുന്നു വിഷയം. കൺഫ്യൂഷൻ അടിച്ചു പോയെ. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഞാൻ ബുധനാഴ്ചത്തെ യൂണിഫോം ഒക്കെ ഇട്ടുണ്ടായിരുന്നു കുഞ്ഞ് സ്കൂളിൽ പോയെ. ഈ റെഡ് അലേർട്ട് അവധി വന്നപ്പോഴേ ഞായറാഴ്ചയാന്നാ ഓർത്തത്. പിന്നെ തിങ്കളാഴ്ചയല്ലേ പോകുന്നത്.
തിങ്കളാഴ്ച എല്ലാം കഴിഞ്ഞ് ചൊവ്വായും കഴിഞ്ഞ് അപ്പം ബുധനാഴ്ചത്തെ യൂണിഫോം ഒക്കെ എടുത്തിട്ടാണ് കുഞ്ഞി. ടൈം ടേബിളും ബുധനാഴ്ചത്തെ ആയിരുന്നു, എല്ലാം ബുധനാഴ്ച. അപ്പൊ ഇന്ന് എന്നിട്ട് സാറുമാർ എന്നാ പറഞ്ഞു? ഒന്നും സ്കൂളിൽ പറഞ്ഞില്ലേ? ചെന്നപ്പം കുഞ്ഞി ഓർത്ത് കാണും ഇവന്മാരൊന്നും ബുധനാഴ്ചയാന്ന് അറിഞ്ഞില്ല എന്നല്ലേ. ഞാൻ ബസ്സിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴും അവന്മാര് ചോദിച്ചു ഇത് നീതിട്ടുണ്ടോ. അപ്പൊ ഇന്ന് ചമ്മി. പിന്നെ സാറിനോട് ഡയലോഗ് അടിയും കൂടെ. ഞാൻ പറഞ്ഞു രാവിലെ കറി വീണമെന്ന് പറഞ്ഞു. കഴിച്ചോണ്ട് പൗണ്ടി എടുത്ത് ഇട്ടതാണ്. ആണോ? അത് കഴിഞ്ഞ് പിന്നെ ടീച്ചർമാര് പൊക്കി. ഞാൻ അറിയാതിട്ടോണ്ട് വന്നതാണ്, ടൈം ടേബിൾ അല്ലാതായിരുന്നു. അപ്പൊ ഇന്ന് നല്ല മുട്ടൻ പണിയാ കിട്ടിയല്ലേ? അപ്പൊ അങ്ങനെ ബോധം വേണം, ബോധം. അതെ അതെ അതെ, കിടക്കാറായി. കിടക്കാറായി, കിടന്നേക്കാം അല്ലേ? അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണാം.